മതി ആർക്കും കണ്ടു. പെണ്ണ് കൂക്കും വിളിയും കൂട്ടി ഇടവലത്തുള്ളവരെ കൂട്ടിക്കളഞ്ഞു. അതാ പറ്റിയത്. ഇടവലത്തുനിന്ന് ആരും ഉണ്ടാവരുത്, കരിഞ്ഞാലും വിളിച്ചാലും കേൾക്കരുത്, എല്ലാരും ഒഴിഞ്ഞു പോകണം. അതിനുള്ള വഴി നോക്കാം. യോയിക്ക് SK പള്ളിപ്പുറം എന്ന ശങ്കരൻകുട്ടി പള്ളിപ്പുറം. ആ നാടകം ഡയറക്ട് ചെയ്താണ്. അതെ, തുന്നിക്കുട്ടിയ സത്യം. മാണിക്യം കൊല്ലപ്പെട്ടെന്ന് രാത്രി കുറ്റ്യാടിയിൽ സ്റ്റേ ചെയ്ത പ്ലേയുടെ ഡയറക്ടർ. ഈ ഹോട്ടൽ, ഇവിടുത്തെ 8-ാം നമ്പർ മുറി, എന്റെ വിയർപ്പും ചോരയും ഛർദിലും ശുക്ലവും വീണ്ടും നാറിയിട്ടുണ്ട് പല പല പകലുകളിൽ, രാത്രികളിൽ. SK പള്ളിപ്പുറം നാടകകൃത്ത് 84-ാം വയസ്സിലും ഭൂമി എന്ന വാടക വീട്ടിൽ വാടകയും കൊടുക്കാതെ മുറി ഒഴിയാനും കൂട്ടാക്കാതെ കൂടുന്ന പരമനാറിയായ പിച്ചക്കാരൻ. ഒന്ന് കണ്ണു ചിമ്മിയാൽ ഓർമ്മകളുടെ 7 സമുദ്രങ്ങളും താണ്ടാൻ നിമിഷാർത്ഥം പോലും വേണ്ടാത്ത SKക്ക് ഞാൻ തരുന്ന സമ്മാനമാണ് ഈ നോട്ടീസ്. നിങ്ങളെ 52 വർഷം പിന്നിലേക്ക്, തുന്നിക്കുട്ടിയ സത്യം എന്ന നിങ്ങളുടെ നാടകത്തിന്റെ ആദ്യാവതരണ രാത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടോ? ഓ, ഞാൻ എന്താ ഈ കാണുന്നത്? മറക്കാൻ കഴിയില്ലനിയാ, മറക്കാൻ പാടില്ലല്ലോ. ആരായിരുന്നു SK കുറ്റ്യാടി ചന്തപ്പറമ്പിലെ ആ സ്റ്റേജ് നിങ്ങൾക്ക് ഓഫർ ചെയ്തത്? അനിയ, കല വളരണമെങ്കിൽ, കലാകാരൻ ജീവിച്ചിരിക്കണമെങ്കിൽ പണം വേണം. പണമുള്ളവൻ കലയെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കണം. അങ്ങനൊരാൾ ഇതേ ഹോട്ടലിൽ എന്റെ പ്രിയപ്പെട്ട 8-ാം നമ്പർ മുറിയിൽ വന്ന് നാടകം ബുക്ക് ചെയ്തു. അഡ്വാൻസായി തന്നത് എത്രയാണെന്നറിയോ? 500 രൂപ. ഇന്നത്തെ 5 ലക്ഷമാണത്. ആരായിരുന്നത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അനിയ, മറക്കാൻ കഴിയില്ല ഒന്നും. മുരിക്കും കുന്നത്ത് അഹമ്മദാജി എന്ന ധനികനായ ഒരു കലാസ്നേഹി. നാടകം കഴിഞ്ഞ് താങ്കളും സംഘവും അന്ന് രാത്രി തന്നെ തിരിച്ചു പോയോ? ഇല്ല, ഞാനും ആദവനാട് രാധാമണിയും കൂടി ഹാജിയുടെ ക്ഷണം സ്വീകരിച്ച് പുള്ളിയുടെ ബംഗ്ലാവിൽ തങ്ങി. അവളായിരുന്നു ആ കാലത്ത് എന്റെ ശരീരം. അന്ന് രാത്രി ഗ്രാമത്തിൽ 2 കൊലപാതകങ്ങൾ നടന്നു, ഒരു സ്ത്രീയുടെയും ഒരു പൂജാരിയുടെയും. അതറിഞ്ഞിരുന്നോ? അനിയൻ സത്യത്തിൽ ആരാ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നവരുടെ സംഘത്തെ 2ആയി തിരിക്കാം. ഒരു വിഭാഗം ആശയപരമായി പ്രസ്ഥാനം അതാത് കാലങ്ങളിൽ കൈക്കൊള്ളുന്ന നിലപാടുകളുമായി യോജിക്കാൻ കഴിയാത്തവർ. വേറൊരു കൂട്ടർ സാമൂഹികമായ രീതിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരാണ്. ഈ പള്ളിപ്പുറം 2ാമത്തെ കൂട്ടത്തിലാണ്. കലാകാരൻ എന്ന മേൽവിലാസത്തിന്റെ പേരിൽ എന്തു തോന്നിയാസമാകാം എന്ന് ധരിക്കുന്നത് ശരിയല്ലല്ലോ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മാണിക്യം കൊലക്കേസിന്റെ ഭാഗമായിട്ടുണ്ട് അയാൾ. ആ നാടകങ്ങളിയുടെ പിന്നിൽ ഹാജിയായിരുന്നു എന്ന് പള്ളിപ്പുറം പറഞ്ഞു. അതെ, പക്ഷെ പള്ളിപ്പുറം ധരിച്ചതുപോലെ അത് കലയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ലല്ലോ. ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരു രാത്രി അവരുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഹാജിയുടെ ലക്ഷ്യം. മാണിക്യം താമസിച്ചിരുന്ന വീടിന്റെ പരിസരത്തെ വീടുകളിൽ അന്ന് രാത്രി ആരും ഉണ്ടാവരുത് എന്ന് വെച്ചാൽ ഒരു നിലവിളി ആരുടെ കാതിലും വീഴരുത്. അന്ന് നടന്ന വെരിക്കള, അതും അതെ, അതും ഹാജിയുടെ തന്ത്രമായിരുന്നു. പൊക്കനെ വീട്ടിൽ നിന്നും ആകട്ടെ. അതെ, ഞാൻ പറയുന്നതിന് വിരുദ്ധമായി KP പറയും. അയാളെ ഒന്ന് കാണണം നിങ്ങൾ. KP എന്ന് പറഞ്ഞാൽ KP ഹംസ. 50കളിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ പാലയിലെത്തിയ KP എന്റെ രാഷ്ട്രീയ ഗുരുവാണ്. 19 കൊല്ലങ്ങൾക്കപ്പുറം നടന്ന ഒരു കൊലപാതക കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു നോവൽ എഴുതുക എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ റെലവൻസ്? അതുവഴി ഇന്നത്തെ സൊസൈറ്റിയോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു ഓർമ്മപ്പെടുത്തൽ. കാലം മാറിയിട്ടും മാറാതെ നിൽക്കുന്ന കിരാതവും മൃഗീയവുമായ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ മലബാറിന്റെ പോയ കാലത്തെ സാമൂഹ്യാവസ്ഥയുടെ ഒരു ചിത്രം പുതിയ കാലത്ത് നൽകുക. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തലെന്ന് പറഞ്ഞത്. ഒരെഴുത്തുകാരന് എന്തു എഴുതാം, ഏത് വിഷയവും സ്വീകരിക്കാം. പക്ഷെ ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുമ്പോൾ അതിന് സത്യസന്ധത ഉണ്ടായിരിക്കണം.
കേശവനെ പോലെ ഒരാളിന്റെ ഏകപക്ഷീയമായ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും അതിൽ കുത്തി നിറയ്ക്കാൻ പാടില്ല. ഏകപക്ഷീയമാവാതിരിക്കാൻ വേണ്ടിയാണ് KP യെ കാണുമെന്ന് തീരുമാനിച്ചത്. കേശവട്ടനോട് പറഞ്ഞിരുന്നു താങ്കളെ കാണണമെന്ന്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ ഏതെല്ലാം രീതിയിൽ മാണിക്യം കേസുമായി ബന്ധപ്പെട്ടു എന്നറിയാൻ ആഗ്രഹമുണ്ട്. 51-ലാണ് ഞാൻ പാലേരിയിൽ എത്തുന്നത്. ഗ്രാമങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ അടിത്തറ കെട്ടുവാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയായിരുന്നു ഞങ്ങൾ. എനിക്ക് ലഭിച്ചത് ഈ സ്ഥലമാണ്. അന്ന് തൊട്ട് ഈ ഗ്രാമത്തിൽ നടന്ന പൊതുകാര്യങ്ങളിലെല്ലാം തന്നെ എനിക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. മാണിക്യം കൊലക്കേസിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. 51-ൽ ഇവിടെ വരുമ്പോ വീടും മറ്റ് സൗകര്യങ്ങളിൽ നിന്ന് സഹായിച്ച മുരിക്കുന്നത്ത് അഹമ്മദ് ഹാജിയെ സംരക്ഷിക്കാൻ KP എല്ലാ ശ്രമങ്ങളും നടത്തി എന്നാണ് അറിഞ്ഞത്. അറിഞ്ഞെന്നോ? എവിടെ നിന്നറിഞ്ഞു? കേശവൻ പറഞ്ഞെന്ന് പറയൂ. തികച്ചും വ്യക്തിപരമായ വിദ്വേഷം കേശവന് ഹാജിയോടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാജി ഈ കേസിൽ പ്രതിയാവുമെന്നും അങ്ങനെ ശിക്ഷിക്കപ്പെടുമെന്നും കേശവൻ ആഗ്രഹിച്ചു. പക്ഷെ നിയമത്തിന് മുമ്പിൽ ഈ ആഗ്രഹങ്ങൾക്കൊക്കെ എന്താണ് വില? തെളിവുകൾ വേണ്ടേ? തെളിവുകൾ ലഭിക്കണമെങ്കിൽ ഇംപാർഷ്യലായ അന്വേഷണം നടത്തണ്ടേ? DYSP മണാലത്ത് അത് ചെയ്തിരുന്നില്ല എന്നതല്ലേ സത്യം? മണാലത്ത് നീതിപൂർവമല്ല അന്വേഷണം നടത്തിയത് എന്ന് പരാതി ഉയർന്നപ്പോൾ ഇൻസ്പെക്ടർ കാർത്തികേയനെ തലസ്ഥാനത്ത് പോസ്റ്റ് ചെയ്തില്ലേ? കാർത്തികേയന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്കും പാർട്ടി നിർദ്ദേശം ഉണ്ടായിരുന്നു. ഹംസെ ഹാജി വില കൊടുത്ത് വാങ്ങിക്കുകയായിരുന്നോ അതോ? ഞാനീ പറയാൻ പോകുന്ന സംഭവത്തിൽ ഹാജിയില്ല. അയാളുടെ 1ാം ഭാര്യ പാത്തുമ്മയാണുള്ളത്. ഹംസ ഉണ്ടോ അവിടെ? നിങ്ങൾ എവിടുന്നാ? മുരിക്കംകുന്നത് ഹാജിയാരുടെ 1ാം വീടിന് വന്നൂന്ന് പറ. ഞാൻ അമ്പട്ടൻ കേശവനല്ലേ? ആ, വിവരം ചൊല്ലി അയച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ.